പ്രത്യേകത സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുപോലെ ലോ കിലോമീറ്റർ ആണ്. 52,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ടൊയോട്ട ഗ്ലാൻസ. അതെ അതെ, ഗ്ലാൻസ ഓട്ടോമാറ്റിക് ആണ്. മോഡലാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലുള്ള ഷോറൂം കണ്ടീഷൻ നിൽക്കുന്ന എത്തിയോസ് ഡീസൽ വേരിയന്റിൽ വരുന്ന VD ആണ് വണ്ടി. 24 മോഡല്, സ്വിഫ്റ്റ് VXI ഓപ്ഷനിൽ AMG ആണ്, ഓട്ടോമാറ്റിക് ആണ്, 6 എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. ഇഗ്നിസ് ഇത് 2021 മോഡൽ, 23,000 കിലോമീറ്റർ. 2019 മോഡൽ ബിഗ് വാഗണർ ആണ്. 1.2 ലിറ്റർ എഞ്ചിനാണ്. ZXi ആണ്. ജാസ് 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വൈഗ കാർസിലാണ്. വൈഗ കാർസിൽ നവീകരിച്ച ഷോറൂമിലാണ്. അതായത് നമ്മൾ മുമ്പ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം നവീകരിച്ച് പുതിയ രീതിയിൽ ഷോറൂം വലുതാക്കിയിട്ടുണ്ട്. അതിന് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയിലാണ്. നമ്മളടുത്ത് പ്രമോദ് ഉണ്ട്. വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ഷോറൂം ഇപ്പോൾ കുറച്ച് നവീകരിച്ച് വലിയ ഷോറൂം ആയിട്ടുണ്ടല്ലേ? അതെ, അത്യാവശ്യം നല്ല വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. അതെ അതെ, നമ്മൾ 15 വർഷക്കാലമായിട്ട് നെടുമങ്ങാട് തന്നെ ഒരു ഷോറൂമുണ്ട് വൈഗ കാർസിൻ്റെ. അതിൻ്റെ നവീകരിച്ച ഷോറൂമും 15ാം വാർഷികമാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ സൺഡേ ആണ് ഓപ്പൺ ചെയ്തത്. നമുക്കിപ്പോൾ ഒരു 10-35 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട്. മാരുതിയുടെ ഉണ്ട്, ഹുണ്ടായി ഉണ്ട്, ടൊയോട്ട ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് വണ്ടികളും നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉള്ളതാണ്. ഡസ്റ്റർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഉള്ളതാണ്. നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം 2012 മുതലാണ് ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2012 മോഡൽ വണ്ടിക്ക് 2 വർഷമാണ് റീപേയ്മെന്റ് കാലാവധി കിട്ടുന്നത്. 5 വർഷം പേയ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ 2020 മുതലുള്ള വാഹനങ്ങൾ നോക്കാം. അപ്പോൾ ലൊക്കേഷൻ ഒന്നിട്ട് പറയാം. തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള. അവരുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വണ്ടി മാരുതി 800. അതെ 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 അതെ, നമ്മൾ ഫസ്റ്റ് വണ്ടി മാരുതി 800 ആണ്. നമ്മൾ പഴയ കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ ഫസ്റ്റ് വണ്ടി മാരുതിയായിട്ട് കാണിക്കുന്നത്. അതിലുണ്ട് ഹാഷ് ബാക്ക് ഉണ്ട്, സെഡാൻ ഉണ്ട്, XUV ഉണ്ട്, MUV ഉണ്ട്, എല്ലാ സെഗ്മെന്റിലുള്ള വാഹനങ്ങളുണ്ട്. 2012 മുതലുള്ള വാഹനങ്ങളാണ് നമ്മളിൽ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. 2012 മുതലുള്ള വാഹനങ്ങൾ നമുക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വൈഗ കാർസിന്റെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വൈഗ കാർസ് തന്നെയാണ്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഉള്ള വീഡിയോസ്, നമ്മുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതെ, ഡെയിലി നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മളെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലും ഫോട്ടോസും വീഡിയോസും നമ്മൾ നിങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പറയാമോ? ഈ വാഹനത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. നമ്മൾ മാരുതി കാർ ഒരുപാട് കാണുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ വാഹനം 2004 മോഡലാണ്, MBFI ആണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സിംഗിൾ ഓണറാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുപോലെ ലോ കിലോമീറ്റർ ആണ്. 52,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. 52,000 ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് AC ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, സീറ്റ് ലെതർ ഉണ്ട്, എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. സ്ക്രാച്ച് പോലും ഇല്ലല്ലേ? നീറ്റ് ആൻഡ് ക്വാളിറ്റി, ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ ഈ വാഹനത്തെ പറയാം. അത്രയ്ക്ക് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. 80 എബോ ടയർ കണ്ടീഷൻ എല്ലാം ഉള്ളൊരു വാഹനമാണ്. സ്ക്രാച്ചസ് ഇല്ല, ഡെന്റ് ഇല്ല, നീറ്റ് ആയിട്ട് പോകണം കേട്ടോ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. സീറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ഓൾ വർക്കിംഗ്. ന്യൂ ഇൻഷുറൻസ് ആണ്. 29 വരെ ഓൾ ഡോക്യുമെന്റ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിനകത്ത്. ഓക്കെ, അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? ഇതിനകത്ത് ഒരു മാർക്കറ്റ് പ്രൈസിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് ചിലപ്പോൾ ഒരു 50 രൂപ 55 രൂപ റേറ്റ് വരുള്ളൂ. പക്ഷേ ഈ വാഹനത്തിന് വൈഗ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 75,000 ആണ് ഈ വാഹനത്തിന്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഈ വാഹനം വാങ്ങാൻ പറ്റൂ. വില നോക്കണ്ട, വണ്ടി അത്ര. വീഡിയോ കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വാഹനം മോഡൽ വിലയെ കുറിച്ചുള്ള കമന്റ് ചെയ്യേണ്ട. മോഡൽ വിലയ്ക്ക് ഈ വാഹനം കിട്ടത്തില്ല, അത്രയും ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഈ വണ്ടിക്ക് അതെ 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 അതെ. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള 18,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓൾട്ടോ 800 ആണ്. ഇതിനകത്ത് എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ഓക്കെ, കമ്പനി സർവീസിലാണ്. കമ്പനി ടയർ കണ്ടീഷനാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ അതേ കണ്ടീഷൻ, സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്ന വാഹനം കൂടിയാണ്. അതെ, 200 സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് സോണിയുടെ സ്റ്റീരിയോ വെപ്പൺ, ടോട്ടൽ പവർ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. അതെ, ABSും വരും. ABS വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടല്ലോ. സെൻട്രൽ ലോക്ക് കമ്പനി ഇൻബിൽറ്റ് അല്ല, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓൾട്ടോ 800 എങ്ങനെ നമ്മുടെ ഓൾട്ടോയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ്? ഓൾട്ടോ 800 നിലവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾട്ടോ K10 ആണുള്ളത്. അതുകൊണ്ട് ഈ ഓൾട്ടോ 800 ഒത്തിരി ആവശ്യക്കാരുണ്ട്. ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി വെഹിക്കിൾ, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിന് വൈഗ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 3,15,000 രൂപ. അതെ, അതിന് 2,75 രൂപ ലോണും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് ഇഗ്നിസ്. ഇത് 2021 മോഡൽ, 23,000 കിലോമീറ്റർ മാത്രം ഓടിയ സീറ്റ ഓപ്ഷനിൽ വരുന്ന ഇഗ്നിസ് ആണ്. സിംഗിൾ ഓണർ ആണ് ഈ വാഹനം. പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഫുൾ കമ്പനി സർവീസിലുള്ള വാഹനം കൂടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ, നീറ്റാണ്. വേറെ സ്ക്രാച്ച് വേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഒരു 72% കുറവുണ്ട്.
റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ബ്രോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എയർ ബാഗ്. ഓക്കെ, അപ്പോൾ മാരുതി ഇഗ്നിസ് 2021 23,000 കിലോമീറ്റർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന സീറ്റ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഈ വാഹനത്തിന് വൈഗാ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 5,40,000 രൂപയാണ്. 5 ലക്ഷം വരെ ഈ വാഹനത്തിന് ലോണും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണോ പ്രൈസ്? വളരെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. നമ്മൾ ഒരുപാട് പ്രൈസ് കൂട്ടിയല്ല ഓരോ വാഹനത്തിനും ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിൽ നോക്കുക, മാർക്കറ്റിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ വൈഗാ കാർസിനെ സമീപിക്കേണ്ടതാണ്. ഓക്കെ, ശരി. നോക്കാം. 2019 മോഡൽ ബിഗ് വാഗണർ ആണ്. 1.2 ലിറ്റർ എഞ്ചിനാണ്. ZXi ആണ്. 1.2 അല്ലേ? അതെ, 1.2 ZXi, 44,000 കിലോമീറ്റർ, രണ്ടാമത്തെ ഓണറാണ്. ടയർ 4 റീപ്ലേസ് 4 പുതിയ ടയർ, ഇൻഷുറൻസ് പുതിയതാണ്, കമ്പനി സർവീസ് ആണ്. ഓക്കെ, പിന്നെ സിംഗിൾ സ്ക്രാച്ച് പോലും ഈ വാഹനത്തിനകത്തില്ല. നീറ്റ് കണ്ടീഷൻ അല്ലേ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് ഹിസ്റ്ററിയുള്ള വാഹനങ്ങൾ നമ്മൾ എടുക്കാറില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ബോർഡർ പോയിന്റ്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 1.2 ZXi ആണ്, മാനുവൽ. അതെ, കേരള 1 രജിസ്ട്രേഷൻ. അതെ. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഈ വാഹനത്തിന് വൈഗാ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 4,75,000 രൂപയാണ്. നമുക്ക് നല്ല സിബിൽ സ്കോറൊക്കെയുള്ള കസ്റ്റമർ ആണെങ്കിൽ 4.5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ. അതെ, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ജാസ് 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതും ഓട്ടോമാറ്റിക് ആണ്, CVT ഓട്ടോമാറ്റിക് ആണ്. നല്ല കളക്ഷൻ ഉണ്ട്. അതെ, ഒത്തിരി കളക്ഷൻ ഉണ്ട്. 77,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലോ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഫുൾ കമ്പനി സർവീസുള്ള വാഹനം. ടെക് വി വേരിയന്റ് അല്ലേ? അതെ, വി വേരിയന്റ് അല്ലേ? അതെ. ഓക്കെ, എയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു 70-80% ടയറുണ്ട്, 80% ടയറുകളുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ സീറ്റ് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റൈൻഡ് ആണ്, നീറ്റാണ്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ബോർഡർ പോയിന്റ്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC. അപ്പോൾ ഹോണ്ട ജാസ് ഇതിന്റെ മൈലേജ് എങ്ങനെ വരും? നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്കൊരു 14-15 മാക്സിമം അത്രേ വരുള്ളൂ. CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. അതെ, പെർഫോമൻസ് ഓറിയന്റഡ്. അതെ. പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ ബെറ്റർ ചോയ്സ് തന്നെയാണ്. ഒരു ഹാച്ച്ബാക്ക് പ്രീമിയം ടൈപ്പ് വാഹനം കൂടിയാണ്. അതെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഈ വാഹനത്തിന് വൈഗാ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 5,15,000 രൂപയാണ്. 4.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് സ്പെഷ്യലാണ്, കുറച്ച് കിട്ടാൻ വലിയ പാടാണ്. എത്തിയോസ് ഡീസൽ. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് 2012 മോഡലാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലുള്ള ഷോറൂം കണ്ടീഷൻ നിൽക്കുന്ന എത്തിയോസ് ഡീസൽ വേരിയന്റിൽ വരുന്ന VD ആണ് വണ്ടി. VD ഓപ്ഷൻ ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 1 ലക്ഷം കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസ്. ഒരു നട്ട് പോലും ഇതിന്റെ പുറത്ത് ചെയ്തിട്ടില്ല. അത്രയ്ക്കും വെൽ മെയിൻറ്റൈൻ ടൊയോട്ട സർവീസ് ഉള്ള വാഹനമാണ്. ടയറെല്ലാം 80% മേളിലുണ്ട്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. സീറ്റ് ഫാബ്രിക് ആണ്, കമ്പനി സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി നിൽക്കുന്നത്. അതെ. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, ഒറിജിനൽ സീറ്റ് വരുന്നുണ്ട്, ബോർഡർ പോയിന്റ്, AC പവർ സ്റ്റിയറിംഗ് അതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ടയോട്ടയെ സംബന്ധിച്ച് 1 ലക്ഷം കിലോമീറ്റർ ഒന്നുമല്ല. കറക്റ്റ് സർവീസ് ആണെങ്കിൽ 10 ലക്ഷങ്ങൾ ഓടിയോ. 10 ലക്ഷം കിലോമീറ്റർ വേണമെങ്കിൽ ഈ വാഹനത്തിന് ഓടാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വണ്ടി വളരെ വെറൈറ്റി ആണ്. അല്ല, ഇപ്പൊ കിട്ടാനില്ല. ഇതിന് മാർക്കറ്റ് പ്രൈസ് ഇല്ല, ഇതിന് ആവശ്യക്കാരുടെ പ്രൈസാണ്. ഈ വാഹനം 2012 മോഡൽ VD ഓപ്ഷൻ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനത്തിന് വൈഗാ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 4,20,000 രൂപയാണ്. അതെ. ഓക്കെ, ഫിനാൻസ് 12 മോഡൽ വണ്ടിയാണ്ട് 2 വർഷം റീപേയ്മെന്റ് കിട്ടുള്ളൂ. പക്ഷേ 3 ലക്ഷം വരെ ഫിനാൻസും ചെയ്യാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. അതെ, 2024 മോഡൽ സ്വിഫ്റ്റ് VXi ഓപ്ഷനിൽ AMG ആണ്, ഓട്ടോമാറ്റിക് ആണ്. 6 എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ZXiയുടെ അലോയ്സ് രണ്ടാമത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, റണ്ണിങ് ക്യാമറ ഒക്കെ രണ്ടാമത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 40,000 എക്സ്ട്രാ ഫിറ്റിംഗ്സ്, അല്ലാതെ തന്നെ ക്രോമിങ്ങും സ്പോയിലറൊക്കെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാര്യങ്ങളൊന്നുമില്ല. ഇത് സിംഗിൾ സ്ക്രാച്ചും ഇല്ല. ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. നമ്മുടെ ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 21,000. ഇന്ത്യയുടെ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ മെയിൻറ്റൈൻഡ് ആണ്, നീറ്റാണ്. AMG ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ഇൻബിൽറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് കീല സെൻറ്ററിലെല്ലാം വരുന്നുണ്ട് അല്ലേ? 3 സിലിണ്ടറല്ലേ വരുന്നത്? അതെ, 3 സിലിണ്ടർ ന്യൂ ഷേപ്പ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ്? ഈ വാഹനത്തിന് വൈഗാ കാർസ് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 8 ലക്ഷം രൂപയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്യാവുന്നതാണ്. ഒരു 6-7 ലക്ഷം രൂപ വരെ ലോണും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലാൻസ ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡൽ. 2019 മോഡൽ 21,000 കിലോമീറ്റർ ഓടിയ G വേരിയന്റിൽ വരുന്ന പുഷ് ബട്ടൺ അലോയ്സ് എല്ലാം വരുന്ന G വേരിയന്റിൽ വരുന്ന ഗ്ലാൻസ ഓട്ടോമാറ്റിക് ആണത്. CVT ഗിയർ ബോക്സിൽ വരുന്നതാണത്. അതെ.
വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. അതെ, കമ്പനി സർവീസ് ആണ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഇതിന്റെ സ്റ്റെപ്പിന് പോലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ചെറിയ സ്ക്രാച്ചസ് പോലും പറയാനില്ല, അത്ര നീറ്റ് ആണ്. സ്ക്രാച്ചും ഇല്ല, ഫുൾ കണ്ടീഷൻ ആണ് കേട്ടോ. കമ്പനി ഷോറൂം കണ്ടീഷനാണ്. അതെ, ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. സീറ്റ് ഫാബ്രിക് ആണ്. ഇൻബിൽറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റീൽ മൗണ്ട് കൺട്രോൾസ്, ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, ഫുൾ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ അതെ, എല്ലാം CVT ഗിയർ ബോക്സ് എല്ലാം. അതെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വന്നിട്ട് ന്യൂ കാർ 10,40,000 രൂപ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ്. നമുക്കൊരു 6,85 ലാസ്റ്റ് കൊടുക്കാം. 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അതെ. അടുത്തത് ബൊലേറോ. അതെ, എങ്ങനെ? ഇത് 2017 മോഡൽ ബൊലേറോ പവർ പ്ലസ് SLX ആണ്. 1,30,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ്. ഓക്കെ. പിന്നെ അലോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണത്. പവർ പ്ലസ് ആണല്ലേ? പവർ പ്ലസ് ആണത്. ടയർ കണ്ടീഷൻ ഒരു 70-80% ടയർ, 80% ടയർ ഉണ്ടല്ലേ? 80% ഉണ്ട്. പിന്നെ 80% കൂടുതലുണ്ട്. ഓക്കെ. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്, പവർ വിൻഡോ, ഫോർഡർ പവറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതിനകത്ത് വരെ വോയിസ് കമാൻഡെല്ലാം വരുന്നുണ്ടല്ലോ ബ്രോ? വോയിസ് കമാൻഡ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഈ വാഹനത്തിന് വൈകാക്കാലത്ത് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 5,65,000 രൂപയാണ്. 5 ലക്ഷം രൂപ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെ അതെ. കാരണം SX ഓപ്ഷൻ പെട്രോൾ ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതെ അതെ അതെ. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ലൈൻ ആണോ? അല്ല, ഓണർഷിപ്പ് ഇത് 3rd ഓണറായി. ഫുൾ കമ്പനി സർവീസുള്ള വാഹനം കൂടിയാണിത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു റീപ്ലേസ്മെന്റും ഇല്ല. പുതിയ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ ID വെച്ച് പുതിയ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എയർ കണ്ടീഷൻ ഒരു 90 എബോ ഉണ്ട്. അതെ അതെ. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഒരു സ്ക്രാച്ചും ഇല്ല. കമ്പനി സർവീസ് ആണ്. അതെ, കമ്പനി സർവീസ് ആണ്. ഇന്ത്യയുടെ സീറ്റ് കവറിലുണ്ട്, നീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് കൊണ്ട് ഓട്ടോമാറ്റിക് ആണ്. ഇനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, ഫോർഡർ പവറിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റീറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പം എങ്ങനെ പ്രൈസ് നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക് 3rd ഓണർഷിപ്പുള്ള ഈ വാഹനത്തിന് വൈകാക്കാലത്ത് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 5,30,000 രൂപയാണ്. 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് ഫോർച്യൂണർ. അതെ അതെ. അതായത് ഓഫ് റോഡിലായാലും ഓൺ റോഡിലായാലും കിങ് തന്നെയാണ് സാധനം. ഇപ്പോഴും ഡിമാൻഡ് വെഹിക്കിൾ. അതെ, എപ്പോഴും ഡിമാൻഡ് വെഹിക്കിൾ തന്നെയാണ്. എപ്പോഴും ഇതിന് ഭയങ്കര ഡിമാൻഡാണ് സാധനം. അതെ അതെ. ഇത് ഒറിജിനൽ കേരളയാണ് ഈ വാഹനം. അതെ. ഡീറ്റെയിൽസ് വരുന്നത് 2012 മോഡൽ, 1 ലക്ഷം കിലോമീറ്റർ ഓടി. നിലവിൽ 2nd ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത്. ഓക്കെ. ഇത് അങ്ങനെ പറയാം, 2 വീൽ ഡ്രൈവ് ആണോ 4 വീൽ ഡ്രൈവ് ആണോ? ഇത് 2 വീൽ മാനുവൽ ആണ് വാഹനം. ഓക്കെ. 2 വീൽ മാനുവൽ അല്ലേ? അതെ. ഓക്കെ. ഫ്രണ്ട് 2 പുത്തൻ ടയറുണ്ട്, ബാക്കിൽ അതെ TRD കിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. ഇന്റീരിയറും എക്സ്റ്റീരിയറും വെൽ മെയിൻറ്റെയിൻ, നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണത്. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ നീറ്റ് ആവട്ടെ. സീറ്റ് കവറിന്റെ മെയിൻറ്റെയിൻ. ഇതിനകത്ത് 1,20,000 സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കയറിൽ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പോൾ എല്ലാം വരുന്നുണ്ട്, പറയാനില്ല. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഹൈ ക്വാളിറ്റിയിലുള്ള ഈ വാഹനത്തിന് വൈകാക്കാലത്ത് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 14,50,000 രൂപയാണ്. ലോൺ നമുക്കൊരു 7 ലക്ഷം വരെ കിട്ടും, പക്ഷേ 2 വർഷം റീപേയ്മെന്റ് കിട്ടത്തുള്ളൂ. അതെ. ഒറിജിനൽ കേരള വണ്ടി. അത് ഒറിജിനൽ കേരള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വാഹനം വെൽ മെയിൻറ്റൈൻ, ഹൈ ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ സർവീസിന് ടാഗ് കിടപ്പുണ്ട്. അതെ അതെ. 1,20,000 സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് i20. അതെ, Hyundai i20 ന്യൂ ഷേപ്പ് 2021 ആസ ഓപ്ഷനിലാണ് വാഹനം. 29,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നിലവിൽ 2nd ഓണർഷിപ്പിലാണ് ഈ വാഹനം നിൽക്കുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ആസ ഓപ്ഷനാണ്, സൺറൂഫ് വരുന്ന ടൈപ്പാണ്. ടോപ്പിന്റെ വെഹിക്കിൾ. അതെ അതെ, ടോപ്പിന്റെ വേരിയന്റ്. പുതിയ വണ്ടിക്ക് ഏകദേശം 11.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. അതെ അതെ. ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്, നീറ്റാണ്. അതിനകത്ത് 9 സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ടല്ലേ? അതെ, എല്ലാം വരുന്നത്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. ഓക്കെ. അപ്പം എങ്ങനെ നമുക്ക് i20 ആസ്ത മാനുവലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ വാഹനത്തിന് വൈകാക്കാലത്ത് പ്രതീക്ഷിക്കുന്ന പ്രൈസ് നമുക്ക് 6,80,000 രൂപയാണ്. ഫുൾ എമൗണ്ട് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാം. അതെ. അപ്പം പ്രമോദ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ. ഒരു വണ്ടി മൂടിയിട്ടേക്കാണ്. അതെ, ഈ വണ്ടി മൂടിയിട്ടേക്കുന്നത് ഇന്ന് ഡെലിവറി ആണ്. ഒരു ന്യൂ കാർ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ യൂസ് കാർ എടുക്കുന്നതും. അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ വാഹനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വൈകാക്കാസ്, അത് ഫോളോ ചെയ്താൽ ഡെയിലിയുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നമ്മൾ കുറച്ച് വണ്ടി കാണിച്ചുള്ളൂ, ഒരുപാട് വണ്ടിയുണ്ട്, പക്ഷേ അത്യാവശ്യം തിരക്കായിരുന്നു. നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഉടനെ ചെയ്യാം. നമ്മൾ നല്ല തിരക്കിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കാണാം. ശരി, അടുത്ത. ഓക്കെ, ബൈ.